Hello guys and welcome to my vlog. Welcome to my YouTube channel. പൊരി വെയിലാണ് കേട്ടോ. പക്ഷെ നമ്മളാണെങ്കിൽ ഇപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്, ലോക കാണാൻ വേണ്ടി പോവാണ്. ആൻഡ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാണാൻ വേണ്ടി പോണത്. അപ്പം നമുക്ക് ബസ്സിലാണ് പോണത്. ഭയങ്കര വെയിലാണ് കേട്ടോ. കൊട്ടിയത്താണ് പോണത്. അപ്പം നമുക്ക് വേഗം അവിടേക്ക് പോവാം. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഈ വെള്ള ചെരുപ്പ് വാങ്ങരുത്. കാരണം വെള്ള ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പണി കിട്ടും. നമ്മൾ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ 3 ചെരുപ്പും ഭയങ്കര വെള്ള ചെരുപ്പുകളാട്ടോ. എന്നിട്ട് ഞാൻ വെസ്റ്റ് സൈഡ് പോയപ്പോൾ വീണ്ടും വെള്ള ചെരുപ്പും വാങ്ങി. അപ്പം നിങ്ങൾക്കും എന്നെപ്പോലെ വെള്ളമായിട്ട് ഒബ്സെഷൻ ഉണ്ടോ? എനിക്ക് വെള്ളമായിട്ട് ഭയങ്കര ഒബ്സെഷനാണ്. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടില്ല. ഡയറക്റ്റ് ബസ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓട്ടോ വിളിച്ച് 2 ബസ് മാറി കയറണം. അതിൻ്റെ ഇപ്പോൾ 12:45 എനിക്ക് 1:30 തിയേറ്ററിൽ എത്തണം. ഇതൊരു റേസ് പോലെയാണ്. എന്നാലും ഞാൻ മാക്സിമം പെട്ടെന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഭാഗ്യത്തിന് അധികം വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടു. ഈ ബസ് കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഒരു ഉദ്ദേശം ഒരു 1:15 ആയപ്പോൾ ഞാൻ അവിടെ തിയേറ്ററിൽ എത്തിയിട്ടോ. അപ്പോൾ എത്തിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്തത് നമ്മൾ സ്പാനിഷ് ടൊമാറ്റോൻ്റെ പോപ്കോണും പിന്നെ മൗണ്ടൻ ഡ്യൂവും വാങ്ങിക്കുകയാണ്. കാരണം ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ഇറങ്ങിയോണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ കയറി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇത് വന്നപ്പോഴുള്ളൊരു മൂവി അത്ര അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുന്നപ്പോൾ തന്നെ ഇൻ്റർവെൽ ആയിട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എനിക്ക് രോമാഞ്ചമൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞു. മൂവി കണ്ടു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഫോണിൻ്റെ ചാർജ് തീർന്ന്. അപ്പോൾ താഴെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി KFC-യിലോട്ട് വന്നതാണ്. എന്തായാലും ഫുഡും കഴിക്കുക, ഫോൺ ചാർജ് ചെയ്യുക. എന്നിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാൻ കൂടെ ഉണ്ട്. അപ്പം ഇനി അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. മൂവി അടിപൊളി. ഞാൻ എന്താ പറയുക, ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇത് കാണുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു മൂവി. നമുക്ക് എന്താ ഗൈസ്, എനിക്ക് രോമാഞ്ചം വന്നു പോയി. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ എടുത്തിട്ട്, വേറെ ഒന്നുമില്ല, സ്ട്രിപ്സാണ് ഓർഡർ എടുത്ത് ഫുഡിന് വെയിറ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ആകെ 3 പീസ് സ്ട്രിപ്സാണ് വാങ്ങിച്ചത്. കാരണം അത്ര വിശപ്പുണ്ടായിരുന്നുള്ളൂ. കുറേ പോപ്കോൺ ഇതൊക്കെ മൂവിൻ്റെ സമയത്ത് കഴിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് മാത്രമാണ് വാങ്ങിച്ചത്. വെറുതെ വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചു. ഇനി വിശപ്പ് വരാണെങ്കിൽ വീട്ടിൽ വാങ്ങിച്ച് കഴിക്കാമല്ലോ. ഒരു ഫണ്ണിയസ്റ്റ് തിങ് സംഭവിച്ചെന്താണ്, ഫണ്ണിയസ്റ്റ് അല്ല, ആക്ച്വലി ഡേഞ്ചറസ് ആണ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എത്ര കടിച്ചിട്ടും ഒരു സാധനം പൊട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് വന്ന്. അപ്പം ഞാൻ അതാണെങ്കിൽ പുറത്തെടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് അതെന്താണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്റെ കമ്പി പൊട്ടിപ്പോന്ന് കണ്ടോ? നന്നായി ഞാൻ എന്തായാലും കടിച്ചിട്ട് നോക്കിയത്, അല്ലെങ്കിൽ ഇന്നേക്ക് പണി കിട്ടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലുക്ക്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് എന്തൊക്കെയോ ഷോപ്പ് ചെയ്യണം എന്നുണ്ട് കേട്ടോ. പക്ഷെ അത്ര ഷോപ്പ് ചെയ്യാനൊന്നും പൈസ ഇല്ല. നമുക്ക് പറ്റുന്ന അത്രയൊക്കെ ഷോപ്പ് ചെയ്തിട്ട്, ഡെയിലി നീഡ്സ് ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം. കാരണം മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ലുലുവിലോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യമായിട്ടാട്ടോ ലുലുവിൽ ഞാൻ ഇത്ര തിരക്കില്ലാതെ കാണുന്നത്. സാധാരണ ഏത് ദിവസം പോയാലും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ അടുത്തൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഇങ്ങനെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് അവിടെ വെക്കേണ്ട എടുത്തോന്ന് പറഞ്ഞു. എന്നിട്ട് ലുലുവിൽ ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ടീറാമീസ് വാങ്ങിച്ചു കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബഡ്ജറ്റ് 2000 രൂപയായിരുന്നു. ഷോപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും 3000 രൂപ കടന്ന്. അപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല അപ്പം ഞാൻ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തതെന്ന്. എന്നാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തത്. ബട്ടർ വാങ്ങിച്ച്, ദോശേൻ്റെ പൊടി വാങ്ങിച്ച്, പാല് വാങ്ങിച്ച്, പിന്നെ റീസറിൻ്റെ 2 റീഫിൽ വാങ്ങിച്ച്, നൂഡിൽസ്. ഇതെന്തോ പ്രത്യേകത ഉള്ളൊരു നൂഡിൽസാണ്. ഇതെന്തോ കറി, എന്തോ ഓട്സും ലെൻറ്റിൽസും ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. പ്രോട്ടീനൊക്കെ കണ്ടിട്ട് വാങ്ങിച്ച കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ യോഗ ബാറിൻ്റെത് ജസ്റ്റ് 30ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 3 വാങ്ങിച്ച്.
പിന്നെ 10 ചീസ് പോപ്സ് വാങ്ങിച്ച്, പിന്നെ ഇന്ന് സ്ട്രോബെറി വാങ്ങിച്ച്, എൻ്റെ ദൈവമേ ഒരു മിസല്ല വാട്ടർ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ 30 കോട്ടൺ പാഡ്സും ഉണ്ട് കേട്ടോ. ഓഫറൊക്കെ നല്ലായിരുന്നു. പിന്നെ ഒരു ഓഡോണിൽ വാങ്ങിച്ച്, സോപ്പ് വാങ്ങിച്ച്, ഒരു ലിസ്റ്റഡിൻ വാങ്ങിച്ച്, 2 പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി 2 ടൊമാറ്റോ പ്യൂരി വാങ്ങിച്ച്, പ്യുവറായിട്ട് പാസ്ത ഉണ്ടാക്കാൻ. പിന്നെ ആക്ച്വലി ഞാൻ തിറാമീസുവിൻ്റെ കേക്ക് വാങ്ങിച്ചത്, അത് തിറാമീസ് വാങ്ങിച്ചിട്ടുണ്ട്, അത് അവിടെ പേസ്റ്റ് വാങ്ങിച്ചിട്ട് അവിടെ വെച്ചത്, അതിൻ്റെ കൂടെ കിട്ടിയ സ്പൂണാണിത്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അമ്മമ്മയ്ക്ക് ഹൽവ വാങ്ങിച്ച്, ഇതിന് ജസ്റ്റ് 45 ആയതുള്ളൂ കേട്ടോ. ഇതെന്തോ കരുനാഗപ്പള്ളി ബ്ലാക്ക് ഹൽവയാണ്, ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് കിൻഡർ ജോയ് കണ്ടിട്ട് വാങ്ങിക്കണം എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഇതെന്തോ പോക്കിമോൻ രാമണ്ണീസിൻ്റെ, ഇതും ജസ്റ്റ് എന്തോ 30 40 അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ ഒരു ബാക്ക് ഫ്ലാക്സ് സീഡ് വാങ്ങിച്ചു. പിന്നെ ഇത് കോക്കനട്ട് ചട്നി വാങ്ങിച്ച്, കിവി വാങ്ങിച്ചു, ഓഡോമോസ് വാങ്ങിച്ചു, ഡബിൾ മിൻറ്റിൻ്റെ ഇത് വാങ്ങിച്ചു, പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് മെയിനായിട്ട് വാങ്ങിച്ച സാധനം. ഇതറിയാലോ, ലോറിയൽ പാരീസിൻ്റെ നൈറ്റ് ക്രീം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ട് എന്ന് പറയാം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ മുടിയായതുകൊണ്ട് എനിക്ക്. പിന്നെ ഒരു സെറ്റ് ഹാങ്ങർ വാങ്ങിച്ചു. പിന്നെ എന്നും ഇപ്പോൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് പീനട്ട് ബട്ടർ വാങ്ങിച്ചു, സൺഡ്രോപ്പിൻ്റെ. ആക്ച്വലി പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ യോഗേർട്ട് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന്, ഓട്സും യോഗേർട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് യോഗേർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, വലിയ കുപ്പി യോഗേർട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഫ്ലോർ ക്ലീനർ, ഹാർപ്പിക്ക്. സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷേ ഇതിന് ഇത്ര റേറ്റ് ആവുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇനി നമുക്ക് രാത്രി, ഇനിയാണെങ്കിൽ ഇതിപ്പോൾ ചായ കുടിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കാനുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച തിറാമിസു. ഇത് കഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയാം. അപ്പം ആക്ച്വലി നമുക്കിത് കഴിച്ചു നോക്കാം, കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം. ടേസ്റ്റ് ഗുഡ്. ഇത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇതിന് ഇത്ര കയ്പുണ്ടെന്ന്. നല്ല കയ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് മൈഗ്രെയിൻ ട്രിഗർ ആകുമെന്ന് നല്ല പേടിയുണ്ട് ഇത് കഴിച്ചിട്ട്. ടേസ്റ്റ് പക്ഷെ കുഴപ്പമില്ല. ഇന്നിപ്പം വൈകിട്ട് കഴിക്കാനൊക്കെ നല്ല ഐഡിയലാണ്, സ്നാക്സ് പോലെയൊക്കെ കഴിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ കരുനാഗപ്പള്ളി ഹൽവ. അപ്പം നമുക്കിത് അമ്മമ്മ കഴിച്ചിട്ട് അമ്മമ്മേനോട് ചോദിക്കുന്നത് എങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്ന്. അപ്പം ഇതാണ് അമ്മമ്മ നമ്മുടെ കരുനാഗപ്പള്ളി ഹൽവ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടോ അമ്മമ്മ കരുനാഗപ്പള്ളി ഹൽവ? ടേസ്റ്റ് ഉണ്ടോ? നമ്മളവിടുത്തെ കോഴിക്കോടൻ ഹൽവയാണോ ഇതാണോ നല്ലേ? അമ്മമ്മ കൺഫ്യൂസ്ഡ് ആയി, കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് DTDC വേറെ ഒരു കൊറിയറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സർപ്രൈസ് കൊറിയർ എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരു കൊറിയർ. കിട്ടുന്നില്ല ഗൈസ്. ഭയങ്കര അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാതെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. അമ്മമ്മ പറയുന്ന പെട്ടി കണ്ടാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്കിത് ഇത്രയായിട്ടും പൊട്ടിക്കാൻ പറ്റുന്നില്ല. കുറേ നേരം ഇപ്പം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര റാപ്പ് ചെയ്ത് അയച്ചിരിക്കുന്നു. ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഇത് എന്താണെന്ന് എനിക്കിപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. ഓക്കെ, എൻ്റെ അടുത്ത് സിസേഴ്സ് ഇല്ല, അപ്പം നമ്മൾ കത്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണെങ്കിൽ മുറിച്ചിട്ട് വരുന്നുമില്ല. ഇപ്പം കറക്റ്റായിട്ട് സാധനം എന്താണെന്ന് മനസ്സിലായിട്ടോ. ഇത് ഏതോ ബ്രാൻഡിൻ്റെ ഹെയർ
ഹെയർ ഗ്ലോ ബ്രഷാണ്, വിൻസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഹെയർ ഗ്ലോ ബ്രഷാണ്. ഇതാണ് അപ്പം നമുക്ക് കിട്ടിയ സംഭവം. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ കുറേ ഇത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. എന്നാലും താങ്ക് യു. ബബിൾ ഡ്രാപ്പ്, ഇഷ്ടംപോലെ ബബിൾ ഡ്രാപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു ജന്മം, ഒരു ലൈഫ് ടൈം പൊട്ടിച്ച് തീർക്കാനുള്ള ബബിൾ ഡ്രാപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാ ഇനി കുറച്ച് ദിവസം ഇതൊന്ന് പൊട്ടിക്കലായിരിക്കും എനിക്ക് പരിപാടി. നമ്മളെന്തായാലും കുറേ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലോ. അപ്പോൾ മുഖം ഫസ്റ്റൊക്കെ ക്ലീൻ ആക്കാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കുക. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഞാൻ കുറേ കാലമായിട്ട് ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ബാം, ക്ലെൻസിങ് ബാം ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ മിസെല്ല വാട്ടർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസെല്ല വാട്ടർ വേറൊരു രീതിയിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ അധികം മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ അത്യാവശ്യം വാരി പൂശുണ്ട്. നമുക്ക് പുതിയ മിസെല്ല വാട്ടർ വെച്ചിട്ട്, ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ച മിസെല്ല വാട്ടറാണ്. ഈ മിസെല്ല വാട്ടറിനാണെങ്കിൽ 10 പാഡ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. 10 കോട്ടൺ പാഡ്സ്, 10 അല്ല 30 കോട്ടൺ പാഡ്സ്. അപ്പം അതും ലാഭമായി. അപ്പം നമുക്ക് ജസ്റ്റ് മുഖം ഇത് വെച്ച് ക്ലീൻ ആക്കാം. ആക്ച്വലി ഏത് സൈഡിലാണ് തുറക്കുന്നത്? ഇതിങ്ങനെ തുറന്നിട്ട് ക്ലെൻസിങ് ബാം ആണോ മിസെല്ല വാട്ടർ ആണോ നല്ലത് എന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ആക്ച്വലി കൺഫ്യൂഷനാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടം മിസെല്ല വാട്ടർ ആണ് കേട്ടോ. കാരണം ക്ലെൻസിങ് ബാം കണ്ണ് എരിയുന്നുണ്ടായിരുന്നു എനിക്ക് യൂസ് ചെയ്തിട്ട്. ഇത് നല്ല റിവ്യൂ ഉണ്ട്, ഞാൻ വാങ്ങിച്ചാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ. പക്ഷെ എനിക്ക് കണ്ണ് എരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലത് മിസെല്ല വാട്ടർ ആണ്. അപ്പം നമുക്ക് മിസെല്ല വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഞാൻ കുറേ കാലം പണ്ട് തൊട്ടേ മിസെല്ല വാട്ടറാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ക്ലെൻസിങ് ബാം വെച്ചാൽ അതുകൊണ്ട് കണ്ണ് പ്രോപ്പറായിട്ട് ക്ലീൻ ആവുന്നില്ലായിരുന്നു. ഇതിപ്പം ഇത് ആക്ച്വലി കണ്ണ് നമ്മൾക്ക് ഒരു ഐഡിയ കാണിച്ചു തരാം. ഇത് കണ്ടോ, ബബിൾസ് പോലെ വരും, കാണുന്നില്ല അല്ലേ? അങ്ങനെയാണ് ഇത് ആക്ച്വലി യൂസ് ചെയ്യേണ്ടതെന്നൊരു ട്രെൻഡ് പണ്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാകുമ്പോൾ കണ്ണ് പ്രോപ്പറായിട്ട് നമുക്ക് മായ്ക്കാൻ പറ്റും. ഇനി ഇത് വെച്ച് മായ്ക്കാൻ പറ്റില്ലെങ്കിൽ ബഡ്സ് ഇല്ലേ, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ബഡ്സ് എടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ സ്പെസിഫിക് ആയിട്ട് മിസെല്ല വാട്ടറിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ടോ, കണ്ണ് കൈൻഡ് ഓഫ് ക്ലീനായി. എൻ്റെ ഹുഡഡ് ഐസ് ആണോ എന്ന് ഇപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനോ അതോ എനിക്ക് ജസ്റ്റ് ഐലൈനർ ഇടുമ്പം വിങ് ഇടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്പം ഉള്ളൊരു ഡൗട്ടാണ് എൻ്റെ ഹുഡഡ് ഐസ് ആണോ എന്ന്. വിങ് ഇടാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണോ ഹുഡഡ് ഐസ് എന്ന് പറഞ്ഞിട്ട്, ഇതിനാണോ ഹുഡഡ് ഐസ് എന്ന് പറയാമെന്ന് പറഞ്ഞു തന്നെ കേട്ടോ. എത്ര വിങ് ഇട്ടാലും ശരിയാവുന്നില്ല. ഓക്കെ, അപ്പം മിസെല്ല വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ മേക്കപ്പല്ല. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് പുറത്തു പോയി വരുമ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നതെന്നുള്ള എൻ്റെ ഒരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് പുറത്ത് പോയാൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാണ്ടോ അറിയില്ല, ഇതാണ് അവസ്ഥ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നലെ വാങ്ങിച്ചാണ്, ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഫേസ് വാഷ് ആട്ടോ, ഇറ്റി ഗ്ലോൻ്റെ ബ്രൈറ്റനിങ് ഫേസ് വാഷ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് മുഖം കഴുകിയിട്ട് ഞാനിപ്പോൾ വരാം. ഇപ്പം കണ്ടോ മനസ്സിലാവും, മുഖം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടിഷ്യൂ വെച്ച് ചെയ്താലും നമുക്ക് മനസ്സിലാവും മുഖം എത്ര ക്ലീൻ ആയിട്ടുണ്ട് എന്ന്. പൊല്യൂഷൻ നമുക്ക് ഭയങ്കര ഡസ്റ്റൊക്കെ ആണ് കേട്ടോ. നമ്മൾ പൊല്യൂട്ടഡ് ഏരിയയിലല്ലേ നിൽക്കുന്നത്, ഭയങ്കര ചൂടും ഡസ്റ്റൊക്കെ ആയിട്ട്. ഇനി എനിക്ക് രാത്രി പഠിക്കാനുണ്ട്, ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഗ്രീക്ക് യോഗേർട്ട് വെച്ച് ഓട്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന്. നമ്മുടെ അതിനെന്താ പറയുക, സ്ട്രോബെറി കിവി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് രാത്രി ഉണ്ടാക്കാമെന്നാണ്. അപ്പം യോഗേർട്ട് ആകുമ്പോൾ പ്രോട്ടീനും കിട്ടുമല്ലോ. അപ്പം ആക്ച്വലി നമുക്ക് ആദ്യം യോഗേർട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുക. ഓവർനൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഈ ഒരു ബൗളിൽ ഉണ്ടാക്കിയാലെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ബൗൾ നിറയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു സ്പൂൺ എടുത്ത്, എന്നിട്ട് പിന്നെ ഞാൻ ആക്ച്വലി ഒരു യോഗേർട്ട് ഫാനാണ് കേട്ടോ. എനിക്ക് ഐസ്ക്രീമിനേക്കാളും ഇഷ്ടം യോഗേർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം യോഗേർട്ട് എടുക്കാം.
1 2 ഇത് ഗ്രീക്ക് യോഗേർട്ടാണ്. 3 സ്പൂൺ ഇടാന്നാണ് വിചാരിക്കുന്നത്. 3 പോരെ? 3 ഞാൻ എന്താ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 4 സ്പൂൺ എടുക്കാം. പ്രോട്ടീനൊക്കെ കിട്ടണ്ടേ, ജിമ്മിലൊക്കെ പോകുന്നതല്ലേ. 4 അല്ല, ഒരു ഇത്രയൊക്കെ എടുത്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതൊരു 2-3 ദിവസത്തേക്ക് കാണുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഓട്സ് ഇടാം. ഓട്സ് ഒരു 1 റോൾഡ് ഓട്സാണ് ആക്ച്വലി വേണ്ടത് കേട്ടോ, പക്ഷെ എൻ്റെ അടുത്തില്ല. 3 ഒരു 4 സ്പൂണ്, ഇതിൻ്റെ ഒരു 4.5 സ്പൂണ് ഓട്സ് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിവിയും സ്ട്രോബെറിയും കട്ട് ചെയ്തിട്ടിടാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്ട്രോബെറിയും കിവിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് എന്താ അവസ്ഥ നോക്കാം. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി വേണമെങ്കിൽ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാം, പക്ഷെ എനിക്ക് ഈ സവർ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇത് കുറച്ച് നേരം ഇങ്ങനെ കീപ്പ് ചെയ്താൽ ഐ തിങ്ക് ഓട്സ് സെറ്റായി വരുന്നു. അല്ലെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം, ഇനി ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് പംകിൻ സീഡ് വേണമെങ്കിൽ ഇടാം, ഒരു ക്രഞ്ച് നെസ് കിട്ടാൻ വേണ്ടി, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഞാൻ വിചാരിച്ചത്. ഫ്രൂട്ട്സ് യോഗേർട്ട്. പിന്നെ ഇത് കുറച്ചധികം ഇതുപോലെ തന്നെ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം പഠിക്കാനിരിക്കാം. ഇപ്പം ഞാൻ പഠിക്കുന്നത് ഡോഗ് ട്യൂട്ടോറിയൽസിൻ്റെ ആണ് കേട്ടോ. ഡോഗ് ട്യൂട്ടോറിയൽ ആക്ച്വലി നല്ല നോട്ട്സാണ്. ഡോഗ് ട്യൂട്ടോറിയൽസിൻ്റെ ഗൈനക്കോളജി നമുക്ക് പഠിക്കാം. ഗൈനക്കോളജിയിൽ എന്താ പഠിക്കുക, ഒബ്സ്ട്രക്റ്റിക്സിൻ്റെ എക്സാമാണ്. അപ്പം ഗൈനക്കോളജിയിൽ ഒബ്സ്ട്രക്റ്റിക്സിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് പോസ്റ്റ്പാർട്ടം അനീമിയ ഇൻ പ്രഗ്നൻസി പഠിക്കാം. അനീമിയ ഇൻ പ്രഗ്നൻസി ഇത് ഞാൻ നാളെ പഠിച്ച ടോപ്പിക്കാട്ടോ, അപ്പോൾ വീണ്ടും പഠിക്കാൻ വലിയ കുഴപ്പമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഡോഗ് ട്യൂട്ടോറിയൽസിൻ്റെ ഒരു നോട്ടിൻ്റെ ഒരു എങ്ങനെയാണ് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി പറഞ്ഞാൽ അവർ ക്ലാസ്സിൽ എങ്ങനെയാണോ എടുക്കുന്നത് അത് തന്നെയാണ് അവർ നോട്ടായിട്ട് തരുന്നത്. ഈസിയാണ് കേട്ടോ പഠിക്കാൻ. ഇതുപോലെ ഫ്ലോ ചാർട്ടും പിക്ചേഴ്സും കണ്ട നല്ലതാണ് ഡോഗ് ട്യൂട്ടോറിയൽസിൻ്റെ നോട്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്ട്രോബെറി യോഗേർട്ട് കിവി ഓട്സ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓട്സൊക്കെ നേരെ ആയോ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തീരെ മധുരമില്ലാത്ത സ്ട്രോബെറിയും കിവി ആയിരുന്നു, ഭയങ്കര പുളിയായിരുന്നു. അതേ ടേസ്റ്റിൽ ഭയങ്കര സവറായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയില്ലേ അതുപോലെ. എനിക്ക് ആക്ച്വലി കേർഡ് ആൻഡ് യോഗേർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കേർഡ് റൈസാണ് എൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡായിട്ടുള്ളത്. പിന്നെ കഞ്ഞി. നമുക്ക് ഓൾമോസ്റ്റ് കിടക്കാൻ നേരമായിട്ടോ, അപ്പോഴാണ് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇത് ലോറിയൽ പാരീസിൻ്റെ കുറേ കാലമായി വാങ്ങിക്കണം വിചാരിച്ചിരുന്നു. ഹൈലുറോ മോയ്സ്ചർ ഹൈഡ്രാ ഫില്ലിൻ നൈറ്റ് ക്രീമാണ് കേട്ടോ. ഇത് ഡീഹൈഡ്രേറ്റഡ് ഹെയറിന് വേണ്ടി. ഇവർ പറയുന്നത് നമ്മൾ പില്ലോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്താൽ വരില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹെയർ ലെങ്ത്തിൽ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം നിർബന്ധമില്ല. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം നമുക്ക്.
ഞാനാണെങ്കിൽ ഒരു ഇത്തിരി എടുക്കുന്നുള്ളൂ, ഒരു എക്സാക്റ്റ് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ ലെങ്ത്തിൽ യൂസ് ചെയ്ത് നോക്കാം. ഞാൻ സെറം വാങ്ങിക്കണോ ഇത് വാങ്ങിക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ മുടി ഇതാ കണ്ടോ, എൻഡൊക്കെ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് ഡാമേജ്ഡാണ്. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും. ഹെയറിൻ്റെ എൻഡിൽ യൂസ് ചെയ്തിട്ട് ഇത്ര യൂസ് ചെയ്താൽ പോരാന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടെ എടുക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. എൻഡിൽ ആ മാക്സിമം തേക്കുന്നുണ്ട്. നാളെ രാവിലത്തെ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് മുടി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം നോ വെയിങ് ഡൗൺ എന്നാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വെയിങ് ഡൗൺ ചെയ്യാതെ നിൽക്കും എന്നാണ്. എൻ്റെ ഇവിടെ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് മേലെ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി ട്രീറ്റഡ് ഹെയറിന് പറ്റുമോയെന്ന് പോലും അറിയില്ല. അതൊന്നും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു സാധനം വരുമ്പോൾ നമ്മളത് എന്തായാലും യൂസ് ചെയ്ത് നോക്കണമല്ലോ. റൂട്ടിൽ ഒരിക്കലും തേക്കാൻ പാടില്ല. എന്ത് സാധനമാണെങ്കിലും ഷാമ്പു മാത്രം ഇങ്ങനത്തെ സെറം ആണെങ്കിലും ലീവിങ് ക്രീം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ റൂട്ടിൽ തേക്കാൻ പാടില്ല. ഇനി ഹെയർ ഫോൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബോട്ടോക്സ് ചെയ്തപ്പം. ബോട്ടോക്സ് ചെയ്ത ഹെയർ ഫോൾ കുറയൊന്നുമില്ല, പക്ഷെ കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ഇനി നമുക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക, ചീവി കൊടുക്കുക. ആക്ച്വലി മുടി ഇവിടെ കുറച്ച് സോഫ്റ്റ് ആയ പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ എൻഡൊക്കെ ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു, പക്ഷെ ആക്ച്വലി നാളെ രാവിലെ മനസ്സിലാവുമെങ്കിൽ പോലും ഇവിടെ കുറച്ച് സ്മൂത്ത് ആയ പോലെ ഉണ്ട്. ഇനി ഈ സൈഡും കൂടെ നോക്കാം. ഞാനാണെങ്കിൽ മുടിയിൽ ഇങ്ങനെ കെട്ടാറില്ല രാത്രി കിടക്കുമ്പം. ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നൈറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇനി നമുക്ക് നാളെ രാവിലെ മുടി എങ്ങനെ ഉണ്ടോ നോക്കാം. അപ്പം ശരി ഗൈസ്, മുടി കെട്ടാതെയാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. ആ ഒരു ബെൻഡ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കെട്ടിക്കിടക്കുമ്പോൾ കുറച്ച് കൂടുതൽ മുടി ബെൻഡാവും. അപ്പോൾ ബൈ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ്ഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ശരി ഗൈസ്, ടാറ്റാ ആൻഡ് ഗുഡ് നൈറ്റ്.